നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ വീഡിയോ മിഥുന രാശിക്കാർക്ക് മെയ് 2026 എങ്ങനെയായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള സവിശേഷമായ മാസഫല പ്രവചനങ്ങളാണ്. നവഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ്, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അവ നിങ്ങൾക്ക് എന്ത് ഫലങ്ങളാണ് നൽകുക, ഇതെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ രാഹുവും 10-ാം ഭാവത്തിൽ ശനി, ചൊവ്വ എന്നിവരും 11-ാം ഭാവത്തിൽ ബുധനും സൂര്യനും 12-ാം ഭാവത്തിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നു. ഈ വരുന്ന മെയ് മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രത്യേക ശ്രദ്ധകൾ ആവശ്യമാണ്. നിങ്ങളുടെ രാശിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹമാണ് ബുധൻ. മെയ് 15-ാം തീയതിയോടെ ബുധൻ തന്റെ സ്ഥാനം മാറുകയാണ്. ജ്യോതിഷപ്രകാരം 12-ാം ഭാവം എന്നത് അത്ര അനുകൂലമായ ഒരിടമല്ല. നിങ്ങളുടെ രാശ്യാധിപൻ ദുർബലമായ ഒരു സ്ഥാനത്തേക്ക് പോകുന്നത് കാരണം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി അല്പം കുറയാൻ സാധ്യതയുണ്ട്. അതായത് സാധാരണയേക്കാൾ പെട്ടെന്ന് രോഗങ്ങൾ വരാനോ ശരീരം വേഗത്തിൽ തളരാനോ ഈ സമയം കാരണമായേക്കാം. നമ്മുടെ ശരീരത്തിലെ ചർമ്മം, ഞരമ്പുകൾ എന്നിവയെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ബുധന്റെ ഈ മാറ്റം കാരണം ചർമ്മത്തിൽ അലർജി അല്ലെങ്കിൽ മറ്റണുബാധകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ശരീരം പെട്ടെന്നുള്ള മാറ്റങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ വൃത്തിയുള്ള ഭക്ഷണവും വെള്ളവും മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് 15 മുതൽ 25 വരെയുള്ള 10 ദിവസങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ അകാരണമായ ക്ഷീണം തോന്നാം. ജോലിഭാരം കൊണ്ടോ അല്ലാതെയോ വലിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനിടയുണ്ട്. ഇത് നിങ്ങളുടെ ഉറക്കത്തെ പോലും ബാധിച്ചേക്കാം. എങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം മെയ് 15 വരെ ബുധൻ സൂര്യനോടൊപ്പം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനാൽ മാസത്തിന്റെ ആദ്യ 2 ആഴ്ച നിങ്ങളുടെ ആരോഗ്യം വളരെ മികച്ച നിലയിലുള്ളതായിരിക്കും. ഈ സമയത്ത് ലഭിക്കുന്ന ഊർജം മാസത്തിന്റെ 2-ാം പകുതിയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങളെ സഹായിക്കും. മെയ് മാസത്തിൽ മിഥുനൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ബുദ്ധി, വിദ്യ, വിനോദം എന്നിവയെ സൂചിപ്പിക്കുന്ന 5-ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് ദൂരദേശങ്ങളെയും വിദേശത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ സ്വന്തം നാട് വിട്ട് വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. അത്തരം ശ്രമങ്ങൾ നടത്തുന്നവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ പഠന രീതിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മികച്ച സമയമാണിത്. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും അത് പ്രായോഗികമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകളെക്കുറിച്ചോ ഭാവി പഠനത്തെക്കുറിച്ചോ ഇതുവരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പേടി, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് എന്നിവ ഈ മാസം പതുക്കെ മാറി വരും. മനസ്സിന് കൂടുതൽ ശാന്തത ലഭിക്കുന്നതുകൊണ്ട് പാഠഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാകും. പഠനത്തിൽ മുമ്പുണ്ടായിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും. മെയ് മാസം 14-ാം തീയതിയോടെ ശുക്രൻ തന്റെ സ്ഥാനം മാറി നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ എത്തുന്നു. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണീയതയും തെളിച്ചമുള്ള ചിന്തകളും നൽകും. ഈ മാറ്റം നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ പുറത്തെടുക്കാൻ സഹായിക്കും. അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ മെയ് മാസം മുഴുവൻ മിഥുനം രാശിക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഐശ്വര്യപൂർണമായ ഒന്നായിരിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ അംഗീകാരവും ഉയർന്ന മാർക്കും നേടാൻ ഈ ഗ്രഹനില സഹായിക്കും. മെയ് മാസത്തിൽ മിഥുനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വിവാഹ ജീവിതത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന
നിങ്ങളുടെ ജാതകത്തിലെ 7-ാം ഭാവത്തിന്റെ അധിപൻ വ്യാഴമാണ്. ഈ മാസം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് വ്യാഴം തന്റെ സ്വന്തം വീടായ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു. ഇത് ദാമ്പത്യത്തിൽ വലിയ ഐശ്വര്യം നൽകും. ദമ്പതികൾക്കിടയിൽ പരസ്പര ധാരണ വർദ്ധിക്കാനും സ്നേഹം കൂടാനും ഈ ഗ്രഹനില സഹായിക്കും. നിങ്ങളുടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വിവാഹഭാവമായ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ശനിയുടെ നോട്ടം ചില തടസ്സങ്ങൾ പറയാറുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ശക്തമായ സാന്നിധ്യമുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ മാസം നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ കരുതൽ ആവശ്യമാണ്. പേശിവേദനയോ സന്ധിവേദനയോ അനുഭവപ്പെട്ടേക്കാം. ദഹന പ്രശ്നങ്ങളോ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളോ വരാം. അതിനാൽ പങ്കാളിയുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പങ്കാളിയുടെ പെരുമാറ്റത്തിൽ ചെറിയ രീതിയിലുള്ള വാശി കണ്ടേക്കാം. താൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ തർക്കത്തിന് നിൽക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ദാമ്പത്യത്തിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ സ്വഭാവത്തിലെ വാശിയോ മാറ്റി നിർത്തിയാൽ ഈ മാസം നിങ്ങളുടെ ദാമ്പത്യം വളരെ മികച്ചതായിരിക്കും. ഒരുമിച്ച് യാത്രകൾ പോകാനോ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മാസം നിങ്ങൾക്കൊരു സുരക്ഷാ കവചം പോലെ ഗുണം ചെയ്യും. പങ്കാളിയെ ചേർത്ത് പിടിക്കാനും അവരുടെ ചെറിയ പിണക്കങ്ങളെ സ്നേഹത്തോടെ നേരിടാനും ഈ സമയം അനുകൂലമാണ്. മെയ് മാസത്തിൽ മിഥുന രാശിക്കാരുടെ ഭാഗ്യത്തിലും കരിയറിലും ഗ്രഹങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവസാന വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലാണ് രാഹു ഇരിക്കുന്നത്. രാഹു ഈ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കാൻ അല്പം പ്രയാസമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ വരാൻ അല്പം സമയമെടുത്തേക്കാം. പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ നീണ്ടുപോയേക്കാം. തുടങ്ങിയ കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ക്ഷമയോടെ മുന്നോട്ടു പോയാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കൂ. രാഹു തരുന്ന തടസ്സങ്ങൾ താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. ഭാഗ്യത്തിന്റെ അധിപനായ ശനി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരാശ്വാസമാണ്. രാഹു തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കർമ്മഫലം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ആ തടസ്സങ്ങളെ മറികടക്കാൻ ശനി സഹായിക്കും. ഭാഗ്യം തുണയ്ക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ പ്രയത്നം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ കരിയറിനെ നിയന്ത്രിക്കുന്ന 10-ാം ഭാവത്തിന്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നു. ജോലിയിൽ നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും ഈ മാസം അനുഭവപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ ലഭിക്കാൻ ഇത് കാരണമാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറാകും. കരിയറിൽ സന്തോഷമുണ്ടെങ്കിലും നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ ശനി, ചൊവ്വ എന്നീ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നു. ചൊവ്വയും ശനിയും കൂടി ചേരുന്നത് അമിതമായ ദേഷ്യത്തിന് കാരണമാകും. ജോലി സ്ഥലത്ത് പെട്ടെന്ന് പ്രകോപിതനാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിങ്ങളെ വലിയ തർക്കങ്ങളിലേക്ക് എത്തിച്ചേക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഈ മാസം കരിയറിൽ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. തടസ്സങ്ങൾ വരുമ്പോൾ മടുപ്പ് തോന്നാതെ നിരന്തരം പ്രയത്നിക്കുക. മെയ് മാസത്തിൽ മിഥുനൻ രാശിക്കാരായ വ്യാപാരികൾക്കും ബിസിനസ് നടത്തുന്നവർക്കും മിശ്രഫലങ്ങളാണ് കാണുന്നത്. മാസത്തിന്റെ ആദ്യ 2 ആഴ്ച നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സിൽ നല്ല ലാഭം നേടാൻ ഈ സമയം സാധിക്കും. പുതിയ ഓർഡറുകൾ ലഭിക്കാനോ ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. മുമ്പ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല ഇടപാടുകളും ഈ കാലയളവിൽ വേഗത്തിൽ നടന്നു കിട്ടും. മെയ് 15-ന് ശേഷം നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ചില മാറ്റങ്ങൾ സംഭവിക്കാം. ബിസിനസ്സിൽ വിചാരിക്കാത്ത ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. യന്ത്രങ്ങളുടെ കേടുപാടുകൾ തീർക്കാനോ പഴയ കടങ്ങൾ വീട്ടാനോ പണം ചിലവാക്കേണ്ടി വന്നേക്കാം.
ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിങ്ങിനെ അല്പം ബാധിച്ചേക്കാം. വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയ് 15-ന് ശേഷം അല്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മെയ് 2ാം പകുതിയിൽ ബിസിനസ് സംബന്ധമായ തിരക്കുകൾ വർദ്ധിക്കും. പുതിയ ഡീലുകൾക്കോ മീറ്റിങ്ങുകൾക്കോ വേണ്ടി നിങ്ങൾക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. ഈ യാത്രകൾ അല്പം ക്ഷീണമുണ്ടാക്കുമെങ്കിലും ബിസിനസിന്റെ ഭാവിക്ക് അത് ഗുണകരമായിരിക്കും. ചിലവുകൾ കൂടുന്നതും തിരക്കുകൾ വർദ്ധിക്കുന്നതും കാരണം ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനിടയുണ്ട്. ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മൊത്തത്തിൽ മെയ് മാസം ബിസിനസ്സുകാർക്ക് നല്ലതാണ്. ആദ്യ പകുതിയിൽ ലഭിക്കുന്ന ലാഭം മാസാവസാനം ഉണ്ടാകുന്ന അധിക ചെലവുകളെ നേരിടാൻ നിങ്ങളെ സഹായിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിലുള്ള ആവേശം 2ാം പകുതിയിലും നിലനിർത്താൻ ശ്രമിക്കുക. അമിതമായി ആകുലപ്പെടാതെ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോയാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച വിജയം നേടാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ നീക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങളാണിത്. 10ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും നിൽക്കുന്നത് ജോലി സ്ഥലത്ത് ദേഷ്യത്തിനും തർക്കങ്ങൾക്കും കാരണമാകും. ശനിദോഷങ്ങൾക്കും ചൊവ്വയുടെ ദേഷ്യം കുറക്കാനും ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഹനുമാനെ ഭജിക്കുന്നത്. ഹനുമാൻ ക്ഷേത്ര ദർശനവും യഥാവിധിയുള്ള വഴിപാടുകൾ നടത്തുന്നതും നിങ്ങൾക്ക് മാനസികമായ കരുത്തും ധൈര്യവും നൽകും. ദിവസവും രാവിലെ ഓം നമഃ ശിവായ ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഏത് ഗ്രഹദോഷങ്ങളെയും മറികടക്കാൻ ശിവഭജനം സഹായിക്കും. ഇത് പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദമുള്ള ദിവസങ്ങളിൽ വലിയ ആശ്വാസമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.